കാട്ടാന ആക്രമണത്തിൽ 2 ആദിവാസികൾ മരിച്ചതിന്റെ നടുക്കത്തിലാണ് തൃശൂർ അതിരപ്പള്ളി ഇന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ച വാർത്തയും നമ്മൾ കണ്ടു. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ 3 പേരാണ് അവിടെ ആനക്കലിക്ക് ഇരയായത്. മൃതദേഹം മാറ്റുന്നതിനിടെ ആംബുലൻസ് തടഞ്ഞ നാട്ടുകാർ ഇന്ന് പ്രതിഷേധിച്ച കാഴ്ചയും നമ്മൾ കണ്ടതാണ്. വാഴച്ചാൽ സ്വദേശികളായ അംബികയും സതീഷുമാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. ആനക്കലിക്ക് വിട്ടുകൊടുക്കണോ അവരെ എന്നുള്ളതാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്ന ചോദ്യം. കെ റിജേഷ്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. റിജേഷ്, സ്വാഗതം ന്യൂസ് പ്ലസിലേക്ക്. അവിടെ പ്രതിഷേധം നടക്കുന്നു, നാളെ ഹർത്താൽ നടക്കുന്നു. ഇതിനും അപ്പുറം ആദിവാസികളെ കാട്ടാനക്കലിയിൽ നിന്ന് രക്ഷിക്കാൻ എന്ത് നടപടിയാണ് അവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്? അതിരപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് ആദിവാസി മേഖലയും അല്ലാത്ത മേഖലയിലൊക്കെ തന്നെ വന്യമൃഗ ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നബാർഡിനോട് സംയുക്തമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മതിയായ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് അതിരപ്പള്ളി എത്തുന്നില്ല എന്നുള്ളൊരു വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് മരിച്ചവരുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിലാണ് നമുക്ക് അടക്കം ചെയ്യാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമപഞ്ചായത്ത് മുൻപും വകുപ്പ് തല പരിപാടികളിലൊക്കെ പറഞ്ഞിട്ടുള്ള അതിരപ്പള്ളിക്ക് മാത്രമായ ഒരു RRT സംഘത്തെ നമുക്ക് നിലവിൽ വേണം. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗ ആക്രമണം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ വാച്ചർമാരെ നിയമിക്കണം. ഇതിനു വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളെ, തദ്ദേശ സ്ഥാപനങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കണം. നിരന്തരമായി വകുപ്പ് തല ചർച്ചകളിലും ഒക്കെ ഗ്രാമപഞ്ചായത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. പക്ഷേ നാളിതുവരെയായിട്ടും RRT പ്രവർത്തനം ചാലക്കുടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ചാലക്കുടിയിൽ നിന്നും ഏകദേശം 150-200 കിലോമീറ്ററിനുള്ളിലാണ് അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെ വിസ്തൃതിയുള്ളത്. അതിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ ആ പരിഹാരം കാണുന്നതിന് ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വാച്ചർമാരെ നിയമിക്കുന്നതിന് 1-2 വാച്ചർമാരാണ് നിലവിൽ നമ്മുടെ അതിരപ്പള്ളിയുടെ സ്ട്രക്ചറിൽ നമുക്ക് ഈ ചാലക്കുടി ഡിവിഷൻ്റെ കീഴിലൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ ഇതുണ്ടെങ്കിൽ നാളെ വരുന്ന സഞ്ചാരികൾക്ക് ഇതില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പ്രശ്നം നടന്നിട്ടുള്ളത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു 100 മീറ്ററിന് തൊട്ടപ്പുറത്താണ് ഈ ആനാക്രമണം നടന്നിട്ടുള്ളത്. അപ്പോൾ സഞ്ചാരികളുടെ ജീവനും ഇതിലേക്ക് വരുന്ന, ഞാനടക്കം വരുന്ന ഓരോരുത്തരും രാത്രി എന്ന് പറയുന്നത് വന്യമൃഗ ആക്രമണത്തിന് നാളെ ഇരയാക്കപ്പെടാമെന്ന് ആശങ്കയോടുകൂടി ജീവിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾക്ക് ഉടനടി നടപടി സ്വീകരിക്കണം എന്നതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാളെ ഗ്രാമപഞ്ചായത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം കാര്യങ്ങൾ പറഞ്ഞാൽ റിജേഷ്, അവിടെ താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. ഈ വനം വകുപ്പ് പരാജയമാണോ? വനം വകുപ്പ് ആകെ പരാജയം എന്ന് പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല. ചില സ്ഥലത്ത് ചില ഉദ്യോഗസ്ഥരുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി നന്നായി മികച്ചതായിട്ട് നടക്കും. ഇപ്പോൾ വാഴച്ചാൽ വനം ഡിവിഷനകത്ത് ഫെൻസിങ് പോലുള്ള പ്രവർത്തനങ്ങളും വാച്ചർമാരുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായി നടക്കുന്നൊരിടാണ്. എന്നാൽ ഇവിടെ 3 വനം ഡിവിഷനാണ്. ഒന്ന് മലയാറ്റൂർ. ഇതിനേക്കാൾ ദാരുണമായ പ്രശ്നമാണ് ഇന്നലെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ ദാരുണമായി ആക്രമിക്കപ്പെട്ട അദ്ദേഹത്തിന് കൃഷിഭൂമിക്കകത്ത് നിന്നാണ്. അപ്പോൾ അവിടെ നിലവിൽ ഫെൻസിങ്ങോ മറ്റു പ്രവർത്തനങ്ങളോ നടക്കുന്നില്ല. ചാലക്കുടി ഡിവിഷന് കീഴിലുള്ള മുഴുവൻ അതിരപ്പള്ളിയുടെ ഒരു പ്രദേശമായ ചാലക്കുടി ഡിവിഷനുകളിൽ ആൾക്കാർ മുഴുവൻ കൃഷിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റു നാടുകളിലേക്ക് ചേക്കേറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. സ്വാഭാവികമായിട്ട് കേന്ദ്ര വന നിയമം ഇതിനകത്ത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. നമുക്ക് ഉൾക്കൊള്ളാവുന്ന അധികം വന്യമൃഗങ്ങൾ സ്വാഭാവികമായിട്ട് പെറ്റുവരികയാണ്. അന്ന് അവയൊന്നും ചെയ്യാൻ കഴിയുമോ, ദൂരേക്ക് ഓടിച്ചു വിടാനോ കഴിയുന്നൊരു സാഹചര്യം നിലവിലില്ല. ഇപ്പം നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ പുറപ്പെടുവിച്ച ഗർവാപ്പസി പോലെ തന്നെ ഈ വൻവാപ്പസി എന്ന രീതിയിലേക്കും ഈ വനത്തിനകത്തുനിന്ന് പുറത്തേക്ക് വന്ന മൃഗങ്ങളെ തിരിച്ച് വനത്തിനകത്തിലേക്ക് എത്തിക്കുന്ന ഒരു നിരന്തര പദ്ധതി ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള നിയമങ്ങളുടെ ഒരു സങ്കുചിത പ്രശ്നം ഇതിനകത്തുണ്ട്. നിയമങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ സംരക്ഷിക്കണോ മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ആശങ്കയുണ്ട്. വനഭൂമിയിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യർക്ക് യാതൊരു തരത്തിൽ അധികാരമില്ല. വനഭൂമിയിൽ നിന്ന് നമ്മുടെ പറമ്പിലേക്ക് വരുന്ന മൃഗങ്ങളെ മാറ്റി ഓടിപ്പിച്ചാൽ പടക്കം പൊട്ടിച്ചിട്ട് പോലും കേസ് കഴിഞ്ഞ 2 മാസങ്ങളിൽ പടക്കം പൊട്ടിച്ചതിന് പോലും കേസെടുക്കുന്ന നിയമമുണ്ട്. ഒരു വശത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ വളരെ ഭീതിയോടുകൂടിയാണ് ഈ
നിയമങ്ങൾ ആരെടുക്കും, ആര് ചെയ്യാൻ കഴിയും? നമ്മളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഭയങ്കര ആശങ്കയിലും നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തുള്ള നിരാശയിലുമാണ്. ഇപ്പം നമ്മുടെ ഈ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ജനപ്രതിനിധികൾ ഞങ്ങളോട് തോളോടൊപ്പം നമ്മുടെ ജനനം മുതൽ ഇവിടെ ഇവരൊപ്പം ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം അയൽക്കാരാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രശ്നത്തിന് എങ്ങനെ പ്രതിരോധം തീർക്കാം എന്ന് തന്നെയാണ് ജനപ്രതിനിധികളുടെ രീതിയിൽ ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായും കേന്ദ്ര നിയമത്തിൽ തന്നെയാണ് വലിയ ഭേദഗതി ആവശ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പെട്ടെന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷവും ഇതൊക്കെ തന്നെ സംഭവിച്ചതാണ്. അതിരപ്പള്ളിയിൽ മാത്രം അടുത്ത കാലത്ത് 10 പേര് മരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 5 വർഷത്തിനിടെ 37-38 ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. വേനൽ വരുമ്പോൾ മൃഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതൊക്കെ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളും നമുക്ക് മുന്നിൽ ഉദാഹരണമായുണ്ട്. പക്ഷേ അതൊന്നും മുൻകൂട്ടി കണ്ട ഒരു പ്രവർത്തനം ഉണ്ടായതായി തോന്നുന്നില്ല രജേഷ്. അതുകൊണ്ടാണ് ഞാൻ ഈ വനം വകുപ്പ് പരാജയമാണോ എന്ന് തന്നെ ചോദിച്ചത്. അതിപ്പോൾ വിശദീകരിച്ച് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ചും ഒരാൾ മരിക്കുമ്പോൾ അയാൾ വനത്തിനകത്ത് വെച്ചാണ് മരിച്ചത്, പുറത്താണ് എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം ആദിവാസികൾക്ക് വനവിഭവങ്ങൾ ശേഖരിക്കേണ്ടി വരും, ജീവിക്കേണ്ടി വരും. അവരുടെ ജീവിത മാർഗമാണല്ലോ അത്. അതിനാണ് അവിടെ പരിഹാരം വേണ്ടത് എന്ന് തോന്നുന്നു. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊരു സിസ്റ്റം അവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും വനവൽക്കരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ഉണ്ടായിട്ട് മുൻ വർഷങ്ങളിൽ നടത്തിയ വനവൽക്കരണം വനം നന്നായ രീതിയിൽ ഉണ്ടായിട്ടില്ലാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 1960 ശേഷം ഈ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വനഭൂമികളൊക്കെ ബിസിനസ്സും നമ്മുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് വനം എന്നുള്ള വെർജിൻ വനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വെർജിൻ വനത്തെ വീണ്ടെടുക്കലാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ശാസ്ത്രീയപരമായി ഇടപെടുന്നതിൽ വീഴ്ച വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, തർക്കമൊന്നുമില്ല ആ വിഷയത്തിൽ. അപ്പം അതിനെ എങ്ങനെ വനത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ശാസ്ത്രീയ പരിശോധന ജനങ്ങളെയും കൂടി താഴെത്തട്ടിലെ ജനങ്ങളെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വനത്തെ തിരിച്ചു പിടിച്ചാൽ മാത്രമാണ് ഈ മൃഗങ്ങളൊക്കെ വനത്തിലേക്ക് തിരിച്ചു പോകുള്ളൂ. അതുമാത്രമല്ല അതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ 489 ചതുരശ്ര കിലോമീറ്ററിനകത്ത് ഏകദേശം 10-20 ആനയ്ക്ക് മാത്രം ഉൾക്കൊള്ളാൻ പ്രദേശം മാത്രമാണുള്ളൂ. പക്ഷേ അതിരപ്പള്ളിക്കകത്ത് നമ്മുടെയൊക്കെ പ്രാദേശിക കണക്കനുസരിച്ച് 300-ലധികം ആനയുണ്ട്. ഈ പെരുപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പെരുപ്പം ക്രമാതീതമായി ഇത് പെരുകുന്നത് കൊണ്ട് ജീവിതം ദുസ്സഹമാണ്. അതുകൊണ്ട് നേരെ മറിച്ച് മുമ്പ് കുറച്ച് ആന ഉണ്ടായിരുന്നുള്ളൂ, വനത്തിനകത്ത് കുറച്ച് ആന ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് പെറ്റുവിരൽ കൂടെയാണ്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ നമ്മൾ പിന്മാറി നിൽക്കുന്നില്ല. ഇന്ന് സ്റ്റേറ്റിനകത്ത് മുഴുവൻ ഗ്രാമപഞ്ചായത്ത് DPC അപ്രൂവൽ വാങ്ങേണ്ട ദിവസമാണ്. ഗ്രാമപഞ്ചായത്ത് ഇന്നും കൂടി DPC അപ്രൂവലിന് പോയിട്ടില്ല. വ്യക്തമായി കളക്ടറോട് നിർദ്ദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെറുക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയപരമായിട്ട് എന്ത് പദ്ധതിയാണോ ആവിഷ്കരിക്കേണ്ടത് ആ പദ്ധതിക്ക് പ്രൊസീഡിംഗ് നൽകിയതിന് ശേഷം മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് DPCക്ക് വരുന്നുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും കളക്ടറെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ട്രെഞ്ചിന് വേണ്ടി പണം മാറ്റിവെക്കാം, ഫെൻസിങ്ങിന് വേണ്ടി പണം മാറ്റിവെക്കാം. പക്ഷേ ശാസ്ത്രീയപരമായിട്ട് ആദിവാസി സെറ്റിൽമെൻറ്റുകളെ ഉന്നതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് പദ്ധതിയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക, ആ പദ്ധതിക്ക് ശേഷം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മറ്റ് വികസന പ്രവർത്തനം മതി എന്ന നിലപാടിൽ തന്നെയാണ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാനും. അപ്പോൾ അതിനുവേണ്ടി പുതിയ പദ്ധതി തയ്യാറാക്കും. ഇപ്പോൾ ഇന്നലെ മരിച്ച സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ അവൻ്റെ സ്വന്തം തോട്ടത്തിനകത്താണ് മരിച്ചത്. അവിടെ അവർക്ക് ട്രെഞ്ച് വേണമെന്നുള്ള കാലങ്ങളായിട്ട് ആവശ്യം നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അവിടെ ട്രെഞ്ച് വേണമെങ്കിൽ ട്രെഞ്ച് പണിയാൻ ആ പദ്ധതി കൂടി ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് ഈ വട്ടം DPCക്ക് പോകുന്ന ഉറച്ച നിലപാടിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ജനങ്ങളെ ചേർത്ത് പിടിച്ചേ മതിയാവൂ. നമ്മൾ അവരോടൊപ്പം ജീവിക്കുന്ന ഒരാളെന്ന രീതിയിൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പദ്ധതി ആർക്കും ചെയ്യാൻ കഴിയില്ല, ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് നിലനിൽക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ നഷ്ടപ്പെട്ടത് 3 പേരുടെ ജീവനാണ്. അത് നമുക്കൊട്ടും ഒരു ചെറിയ കണക്കല്ല 3 പേര് മരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാരായ മനുഷ്യരാണ്, പലപ്പോഴും ആദിവാസികളാണ്. അവരുടെയൊക്കെ ജീവന് വില കൽപ്പിക്കപ്പെടാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിൽക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത് രജേഷ്? അങ്ങനെയൊന്നും കണക്കാക്കേണ്ടതില്ല. അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നതിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയൊക്കെ വിവിധ തരത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ വകുപ്പുകൾ തമ്മിലുള്ള ഒരു കിടമത്സരം, അത് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നാണ് വനം വകുപ്പ്, മറ്റൊന്ന് ട്രൈബൽ വകുപ്പ്, ഒന്ന് ഗ്രാമപഞ്ചായത്ത്, മറ്റ് വകുപ്പുകളൊക്കെ സംയോജിതമായി ചേർന്ന് പോകുന്നതിനുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ വന്യമൃഗ ആക്രമണമായാലും മറ്റ് പ്രശ്നങ്ങളായാലും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും. ഈ സംയോജനം നടക്കുക എന്ന ഒരു കാര്യത്തിലൊരു വീഴ്ചയുണ്ട്. ആ വലിയ വീഴ്ചയെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊക്കെ ധനം അനുവദിക്കാത്ത പ്രശ്നം കൂടിയില്ലേ? ധനവകുപ്പിന്റെ ഒരു പ്രശ്നം കൂടി ഇവിടെ കാണുന്നില്ലേ? വനംവകുപ്പിന് നിലവിൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് മതിയായ വാഹനമില്ല, മതിയായ ഇന്ധനമില്ല, വാഹനത്തിൻ്റെ കുറവുകളുണ്ട് എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്.
ആ ആശങ്കനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റെല്ലാ വകുപ്പുകൾക്കകത്തും സംയോജിത പദ്ധതികളുണ്ട്. മറ്റല്ല, ഇപ്പോൾ കാർഷിക മേഖലയിൽ സംയോജിത പദ്ധതിയുണ്ട്, ട്രൈബൽ മേഖലയിൽ സംയോജിത പദ്ധതിയുണ്ട്, വെറ്റിനറി മേഖലയിൽ സംയോജിത പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പിനകത്തും ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ സംയോജിത പദ്ധതിക്ക് വേണ്ടി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫെൻസിങ്ങുകളൊക്കെ ഇട്ട് കൊടുക്കാൻ വനം വകുപ്പ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും അതിന് കേടുപാട് പറ്റിയ പരിശോധിച്ച് പരിഹരിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഒറ്റത്തവണ ഇത് നിർമ്മിച്ചു കൊടുക്കുന്നതിന് മാത്രമാണ് പദ്ധതിയുള്ളത്. അത് അറ്റകുറ്റപ്പണി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നയമോ പദ്ധതിയോ ഇല്ലാത്തത് വലിയ ആശങ്കയാണ്. അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തുകളിൽ സംയോജിതമായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ DPC യോഗത്തിന് കഴിഞ്ഞ 2-3 മാസം മുമ്പുള്ള കളക്ടർ യോഗത്തിനകത്തും കഴിഞ്ഞ വട്ടമുണ്ടായ ആക്രമണത്തിന് ശേഷം കൂടി യോഗത്തിനകത്തും നമ്മളിത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കളക്ടറെ കണ്ടപ്പോൾ അതിനുശേഷം DPCക്ക് അയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംയോജിത പദ്ധതി വന്ന് ഈ ഫെൻസിങ്ങിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയാൽ മാത്രമാണ് ഇപ്പം നിലവിൽ ഈ പ്രശ്നത്തിനൊരു നമുക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പൂർണ്ണമായും ഫെൻസിങ് ഇട്ട എൻ്റെ വീടിന് ചുറ്റൊക്കെ ശാശ്വതമായ കഴിഞ്ഞ ദിവസം വരെ വന്യമൃഗം കയറിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഫെൻസിങ് കൂടി തകർത്ത് എൻ്റെ വീടിൻ്റെ അകത്തേക്കൊക്കെ ആന വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് അറ്റകുറ്റപ്പണി ചെയ്യുക എന്ന് പറയുന്നത് വലിയ ആശങ്കയിലും സാമ്പത്തികമില്ലാത്ത പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നത്തെ മറികടക്കാനാണ് ഗ്രാമപഞ്ചായത്തിന് പൂൾ ചെയ്തിട്ടുള്ള പണത്തിൽ നിന്നും ഷെയർ അനുവദിക്കുക എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഉയർച്ചു നിൽക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒട്ടനവധി പണം ഈ മേഖലയ്ക്ക് ഓരോ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വനം മേഖലയ്ക്ക് അകത്തു നിന്ന് ഗ്രാമപഞ്ചായത്തുകളെയൊക്കെ ചേർത്ത് നിർത്താനും ഫെൻസിങ് അറ്റകുറ്റപ്പണി നടത്താനും അങ്ങനെ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ KK രജേഷ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിക്കാൻ എത്തിച്ചേർന്നതിന്. തീർച്ചയായും ഇനിയൊരു ജീവൻ കൂടി അവിടെ ആനക്കലിയിൽ പൊലിഞ്ഞുകൂടാ. അധികൃതർ കണ്ണു തുറന്ന് നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണ്.